പട്ടിണി കുഞ്ഞിന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുമ്പോൾ നമുക്കൊരു കുഞ്ഞ് വേണമെന്ന് ഭാര്യ ഭർത്താവോട് തീരുമാനിക്കുന്നു. രണ്ടുപേരുടെ തീരുമാനം, നമുക്കൊരു കുഞ്ഞുടെ വേണം. തീരുമാനിച്ചാൽ അന്ന് മുതൽ 1 മാസത്തേക്ക് അവർ ബ്രഹ്മചര്യമാണ്. ത്യാഗമെടുക്കുക. എന്തിനാ? ഉണ്ടാകാൻ പോകുന്ന കുഞ്ഞ് അനുഗ്രഹത്തിന് കുഞ്ഞായിരിക്കാൻ വേണ്ടി ബ്രഹ്മചര്യം എടുത്ത് ശരീരബന്ധം മാത്രം വേണ്ടെന്നല്ല വെക്കുന്നത്. ഉപവാസം, പ്രാർത്ഥന, ത്യാഗമെടുത്ത് തന്റെ ഉള്ളിലുണ്ടാകുന്ന കുഞ്ഞിനു വേണ്ടി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങും 1 മാസം മുമ്പ്. ഭാര്യയോ അന്ന് കൃത്യമായി ശാസ്ത്രത്തിലൊന്നും അറിയത്തില്ല. മുട്ട, അതാണല്ലോ അണ്ടം, അത് പാപമാകാൻ തുടങ്ങുമ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ തുടങ്ങും, എന്റെ ഉള്ളിൽ പാപമാകുന്ന ഈ അണ്ടത്തെ അനുഗ്രഹിക്കണേ, അനുഗ്രഹിക്കണേ. അങ്ങനെ 1 മാസം പ്രാർത്ഥനയും ത്യാഗവും ഉപവാസം എടുത്ത ശേഷമാണ് അവരൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. മോശമാവുമോ? മോശമാവുമോ? നമ്മളോ അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഓരോന്ന് ഉണ്ടായി. അത് ഉണ്ടായെന്ന് അറിഞ്ഞ മുതൽ അമ്മ പറഞ്ഞു തുടങ്ങി, ഇതിപ്പം കണ്ട, അത് എല്ലാവരും പൂരിപ്പിക്കുന്നുണ്ട്. കാര്യം അവർക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതിപ്പം വേണ്ടായിരുന്നു. മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു, അമ്മ 1 പ്രാവശ്യം ഇതിപ്പം വേണ്ടായിരുന്നു പറയുമ്പോൾ ആ കുഞ്ഞിന്റെ ബ്രെയിനിലേക്ക് തലച്ചോടോട് ചെല്ലുക, ഞാൻ വേണ്ടാത്തതാ. നിങ്ങൾ അന്ന് എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ അത്രത്തോളം കുഞ്ഞിന്റെ ഞാൻ വേണ്ടാത്തതാ, ആർക്കും വേണ്ടാത്തതാ. അതുകൊണ്ടല്ലേ ഇന്ന് പിള്ളേരെ ഇവിടെ വാടാന്ന് പറയുമ്പോൾ തിരിച്ചു പോകുന്നത്. ഇടയ്ക്ക് അവർ പറയല്ലേ, എന്നെ ആർക്കും വേണ്ടല്ലോ. തമാശ അല്ല. ഇങ്ങനെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രൂപം കൊടുത്തിരുന്നത്. പിന്നെ ഗർഭത്തിലുള്ള 9 മാസം 10 ദിവസം, ആ ദിവസം എങ്ങനെയായിരുന്നു അവർ ചെയ്യുന്നത് അറിയോ? പ്രാർത്ഥനകളും നല്ല അവരുടെ വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നു, ജീവിതത്തിൽ വിജയിച്ചവരെ കുറിച്ച് വായിക്കുന്നു. അല്ലാതെ നെഗറ്റീവായി ഒരു കാര്യം അവര് വായിക്കില്ല, കേൾക്കില്ല. നമ്മളോ ഗർഭിണിയായി കഴിഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ പിന്നെ മേലാത്തുള്ളതിനെയും സീരിയല്, സിനിമ ഒരെണ്ണം പോലും പിടിയില്ല. അതുകൊണ്ടാ കുഞ്ഞുങ്ങളെ ഇന്ന് ലോകത്തിന്റെ കുഞ്ഞുങ്ങളായി മാറുന്നത്, ജഡത്തിന്റെ കുഞ്ഞുങ്ങളായി മാറുന്നതാ. കുഞ്ഞു ഗർഭപാത്രത്തിലുള്ളപ്പോൾ മനഃശാസ്ത്രന്മാര് പറയുന്നു, അമ്മയുടെ ചിന്ത, അമ്മയുടെ കാഴ്ച, അമ്മയുടെ കേൾവി, അമ്മയുടെ മനോഭാവങ്ങളിൽ 75% കുഞ്ഞ് സ്വീകരിച്ച് പുറത്തു വരും. മനസ്സിലായോ? 75% കുഞ്ഞ് സ്വീകരിച്ച് പുറത്തു വരും. ആ കുഞ്ഞ് അമ്മ കണ്ടത് മുഴുവനാണ് സ്വീകരിച്ചിരിക്കുന്നത്. പിന്നെ ഗർഭത്തിലുള്ള ജനിച്ചു കഴിഞ്ഞുള്ള 5 വർഷം കുഞ്ഞിനൊന്നും എഴുത്തിയെന്നറിയില്ല. നന്മയത് തിന്മയെന്ന് തിരിച്ചറിയാൻ കുഞ്ഞിനറിയില്ല. കുഞ്ഞ് കാണുന്നത് മുഴുവനും, അമ്മ കാണുന്നത് എല്ലാം കുഞ്ഞ് സ്വീകരിക്കും. അമ്മ കാലത്ത് സീരിയൽ കാണുമ്പോൾ മോനെ മടിയിരുത്തിയല്ലേ കാണിച്ചത്. ആ കണ്ടത് മുഴുവൻ കുഞ്ഞുള്ളിലേക്ക് എടുത്തു. അതുകൊണ്ടാണ് ഇന്ന് കുഞ്ഞുങ്ങള് ഈ ദൈവം നമ്മളാഗ്രഹിക്കുന്ന പോലെ കുഞ്ഞ് കിട്ടുന്നില്ല. പിന്നെ കുഞ്ഞിന്റെ വഴിയാ പോകുന്നത്. ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചത് മാത്രം. അടുത്ത തലമുറയെങ്കിലും അനുഗ്രഹത്തിന്റെ തലമുറ നമുക്ക് വേണം. അടുത്ത തലമുറയെങ്കിലും വേണം. അപ്പൊ എന്നെ ചെയ്യണം? വാങ്ങിച്ച് കുഞ്ഞുങ്ങളെ പ്രായമായവരെ ചെയ്യണം, നിങ്ങളുടെ കൊച്ചു മക്കൾക്ക് ഇത് പറഞ്ഞ് കൊടുക്കണം. ഇനിയെങ്കിലും കുടുംബത്തിലെ കുഞ്ഞുങ്ങളിലുള്ള അപകടങ്ങളും അനർത്ഥങ്ങളും മാറണമെങ്കിൽ അടുത്ത തലമുറയ്ക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഇനി സീരിയൽ കണ്ടുകൊണ്ടിരിന്നാൽ ശരിയാവത്തില്ല. 2 ആഴ്ച മുമ്പ് ഒരു അമ്മാവൻ വിളിച്ചിരിക്കുന്നു, എന്നാ +1 പഠിക്കുന്ന കുട്ടി, +1 പഠിക്കുന്ന ആൺകൊച്ചിനാൽ ഗർഭിണിയായിരിക്കുന്നു. അപ്പം എവിടെയെങ്കിലും കൊണ്ട് ആക്കാം ഏറ്റു കഴിഞ്ഞാൽ പറയാ സിസേറിയൻ പറ്റത്തില്ലെന്ന്. ഞാൻ പറഞ്ഞു, ഞാനാണല്ലോ ചെയ്യുന്നത്. എവിടെ കൊണ്ടാക്കിയാലും ഡോക്ടർമാര് മാക്സിമം നോക്കും, ഒന്നും വന്നില്ലെങ്കിൽ സിസേറിയൻ ചെയ്യും. ഉടനെ പുള്ളി പറയാ, ഞങ്ങൾക്ക് അവളെ പിന്നെ കെട്ടിച്ചു വിടേണ്ടതാ. അപ്പൊ സിസേറിയൻ ചെയ്ത പാട് കിടക്കും. ഇതാരും അറിയിക്കണം നമ്മൾ പറയുന്നില്ല, പക്ഷെ പാട് കിടക്കും. ഉടനെ ഞാൻ പുള്ളിയോട് ചോദിച്ചു, അമ്മ വീട്ടിൽ ഇരിപ്പുണ്ട്, അമ്മ ഇത്ര നാള് സീരിയൽ കണ്ടോണ്ടിരുന്നില്ലേ, ഇനിയെങ്കിലും മുട്ട നിൽക്കാൻ പറഞ്ഞു. ഇനിയെങ്കിലും മുട്ട നിൽക്ക്. അപ്പൊ ദൈവം സിസേറിയൻ ഒഴിവാക്കിയെങ്കിലും തരും. ഇപ്പൊ കുഞ്ഞ് ഈ അവസ്ഥ വന്നു. ഇതിന്റെ അപ്പുറത്തത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഇനിയെങ്കിലും സീരിയലും പരിപാടി നിർത്തി ഇരിക്കണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇരിക്കുന്ന ആളുകളിൽ ഈ പറഞ്ഞ സാധനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടോ? ഉത്തരം പറയണ്ട. ഹൃദയത്തിൽ തമ്പുരാനോട് ഉത്തരം പറഞ്ഞാൽ മതി. സീരിയലും കണ്ട്, സിനിമയും കണ്ട്, സർവ്വ പരിപാടിയും കാണും. എന്നിട്ട് ആ കൂട്ടത്തിൽ ബുധനാഴ്ച പ്രാർത്ഥിക്കും. 2 വള്ളത്തിൽ ചവിട്ടുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഒന്നുകിൽ തമ്പുരാൻ
ഒന്നെങ്കിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി എന്നെ നിങ്ങൾ വീണ്ടെടുത്ത് തമ്പുരാന് ജീവിതം കൊടുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഖത്തിന് പുറകെ പോകുമോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങളുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓക്കേ, നമ്മൾ പറഞ്ഞതിലേക്ക് വരാം. ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു. രണ്ടാമത്തെ ജന്മത്തിനെ കണ്ടുള്ളൂ, ഇനി ഒന്നാമത്തെ ജന്മത്തിലില്ല. നമ്മളിപ്പോ കേട്ട വചനം ഉണ്ടായിരുന്നു, തന്റെ മുമ്പ് സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് ക്രിസ്തുവിൽ ലോക സ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുക്കുക. നമ്മൾ അപ്പനും അമ്മയൊന്നും ഇല്ലെന്ന്. പിന്നെ എവിടെയാണ് അവൻ എടുത്തത്? അവന്റെ തിരുഹൃദയത്തിൽ, അവന്റെ തിരുഹൃദയത്തിൽ. ഞാനും നിങ്ങൾ എവിടെയാ സൃഷ്ടിക്കപ്പെട്ടത്? അമ്മയുടെ വയറ്റിലാണോ? ഇവിടെ ഈ ചിലപ്പോൾ അമ്മമാർക്ക് ചിലപ്പോൾ അതിന് പരുവം കാണും. കാര്യം ഞങ്ങളുടെ വയറ്റിലാണ് സൃഷ്ടിച്ചതെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇയാൾ ഒന്നിച്ച് പറഞ്ഞ് ഞങ്ങളുടെ വയറ്റിലല്ല, ദൈവത്തിന് മനസ്സിലാണ്. ഇതെങ്ങനെ ചേരുന്നത്? ഞാൻ പറയാം, നിങ്ങളുടെ സംശയം മാറ്റിത്തരാം. ജെറമിയയുടെ പുസ്തകം 1:4 ജെറമിയ 1:4. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. മാതാവിന്റെ ഉദരത്തിൽ എന്നാ നടക്കുന്നത്? രൂപം കൊടുക്കുന്ന പരിപാടിയുള്ളൂ. സൃഷ്ടിക്കാൻ ഒരാൾക്കേ പറ്റുള്ളൂ. ആർക്കാ? ദൈവത്തിന് മാത്രമേ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. ദൈവം സൃഷ്ടിച്ച ജീവന് അപ്പന്റെ സ്നേഹവും അമ്മയുടെ സ്നേഹവും കൂടെ ഒന്നു ചേരുമ്പോൾ അതിനെന്നുണ്ടായി രൂപം. കൊച്ചുണ്ടായി കഴിയുമ്പോൾ പറയല്ലേ ഇത് ആരുടെ രൂപം എന്ന് പറയല്ലേ. അപ്പൊ നിങ്ങൾ പറയല്ലേ അപ്പന്റെ അല്ലേ, അമ്മയുടെ അല്ല, വെള്ളിപ്പന്റെ, പലരുടെ രൂപത്തിന് പല അവകാശങ്ങൾ വരും. യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് ആരാ? ദൈവമാണ്. ദൈവം സൃഷ്ടിച്ചതിന് രൂപം കൊടുക്കുന്ന പരിപാടി മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. അതിനപ്പുറത്തൊന്നും പറ്റത്തില്ല. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞു. അപ്പൊ അത് എവിടെയായിട്ടാ? അവന്റെ ഹൃദയത്തിൽ. അപ്പൊ നമ്മളാരെയും കുറഞ്ഞവരാണോ? ആണോ? നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന സ്ത്രീ കുറഞ്ഞ ആളാണോ? വീട്ടിൽ വന്ന അമ്മയെ വല്ല തറണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആള് കുറഞ്ഞ ആളാണോ? ആണോ? അല്ല. കാര്യം എന്നാ? അവനെ സൃഷ്ടിച്ചത് ആരാ? ദൈവമാ. അവന്റെ ഉള്ളിൽ ഇപ്പൊ നിൽക്കുന്ന ആരാ? ദൈവമാ. അവന്റെ ഉള്ളിലുള്ള ദൈവം നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുക അമ്മയെ വല്ലോ തറണേന്ന്. അപ്പൊ നമ്മൾ പറയും, മോളോട് പറയും, മോളെ വല്ല ഇട്ടേച്ച് പോയി വേഗം കൊണ്ട് കൊടുത്തേച്ച് പോ. ശല്യം വാലൊക്കെ വന്നിരിക്കുന്നു. ആരാ ശല്യം? ആരാ ശല്യം? ദൈവം. ദൈവം സൃഷ്ടിച്ച ഒരു വ്യക്തി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാ ആരെ അവഗണിച്ചത്? ആ വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടോ? ഈ പരമിച്ചക്കാരെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ടോ? അതിനെ നമ്മൾ അംഗീകരിക്കണം. അവനെന്തോ തട്ടുകേട് വന്നു, അല്ലെ കളിപ്പിക്കാനായിരിക്കും, ആയിക്കോട്ടെ. എന്നതാണ് ഈ വ്യക്തി നമ്മുടെ മുമ്പിൽ ഇറക്കാമെന്നതാ. വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരാളുകൾ കാണും. വീട്ടിൽ ജോലി ചെയ്യാൻ, വീട്ടിലെ അടുക്കളയൊക്കെ സഹായിക്കാൻ പറ്റുന്നവരുണ്ടായിരിക്കും. നമ്മൾ അവരെ എവിടെ ഇരുത്തിയ സാധാരണ ഭക്ഷണം നമ്മുടെ മൊബൈൽ ഫോണിൽ കൊണ്ടുവരുന്നതല്ല. സ്ത്രീകളാണെങ്കിൽ അവരുടെ കൂട്ടത്തിരുന്ന ഭക്ഷണം കൊടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? അകത്ത് കയറി വേറെ ഭക്ഷണം ഉണ്ടാക്കുന്നതാണോ? അത് നമ്മൾ ഉപയോഗത്തോടെ നോക്കണം. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഉള്ളത് ആരാണ്? ദൈവത്തിന്റെ. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ഇരുന്ന് കേൾക്കുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ ഉള്ളതുകൊണ്ട്. എന്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ച ജീവൻ എന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത്. ഈ ജീവൻ എന്നെ പിൻവലിച്ചാൽ എന്ത് സംഭവിക്കും? എന്നെന്നോ നിങ്ങളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അസ്വസ്ഥമാവും. ധ്യാനകേന്ദ്രത്തിൽ വന്ന് ജീവൻ പിൻവലിച്ചാൽ പ്രശ്നമാവില്ല എന്നുള്ള പേടി വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എന്നിലോ നിങ്ങളിലോ സംഭവിച്ചാൽ എന്നെ പറ്റും. ഞാനിവിടെ കുഴഞ്ഞ് താഴെ കിടക്കും. അപ്പൊ നിങ്ങൾ പറയോ ആണ്ട് എബ്രാഹിം പുസ്തകങ്ങളെ കിടക്കുന്നു പറയോ? പിന്നെ എന്നാ പറയും? ശപം കിടക്കുന്നു. തമ്പുരാൻ തന്നത് നമ്മളിത് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിലായോ? അതിന്റെ പുറത്തല്ലേ നമ്മൾ ഈ പണി മുഴുവൻ ചെയ്യുന്നത്? അതിന്റെ പുറത്തല്ലേ ഈ ഭരണം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇത് അവിടെ നിൽക്കട്ടെ. എനിക്ക് നിങ്ങൾക്ക് 3 ജന്മദിനമുണ്ട്. നമ്മൾ യഥാർത്ഥമായി കൊണ്ടുവരുന്നത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നമ്മൾ പിതാവ് ദൈവത്തിന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാ. നമ്മൾ ആരും കുറഞ്ഞവർ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അതെന്താ നമ്മൾ കണ്ടു? തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവന് നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ജെറമിയ 29 വീണ്ടും ഓർക്കുന്നു, എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ലോകത്ത് 3 സൃഷ്ടികൾ: മാലാഖ, മൃഗം, മനുഷ്യൻ. മാലാഖ, മൃഗം, മനുഷ്യൻ. മാലാഖയുടെ പ്രത്യേകത, മാലാഖയ്ക്ക് ആത്മാവുണ്ട്, ശരീരം ഇല്ല. മൃഗത്തിന് ശരീരമുണ്ട്, ആത്മാവില്ല. മനുഷ്യന് ഇത് രണ്ടുമുണ്ട്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ അതാ കുഴപ്പമായത്.
ഒരു വിധത്തിൽ ചിന്തിച്ചാൽ അതാണ് കുഴപ്പമായതാ. രണ്ടും ഉള്ളത്, ശരീരമുണ്ട് ആത്മാവുമുണ്ട്. കുഴപ്പമായെന്ന് പറയുന്ന കാര്യമാണ്. ഇതിൽ ഏത് സൈഡ് ഞാൻ തിരഞ്ഞെടുക്കുന്നോ അതായി ഞാൻ മാറും. പിടികിട്ടിയോ? ഇതിൽ ഏത് സൈഡിലേക്ക് എന്റെ മനസ്സ് തിരിയുന്നോ അതായി ഞാൻ മാറും. റോമക്കാരുടെ ലേഖനം 8-5 പറഞ്ഞ വാക്യം, റോമ 8:5. എന്നാൽ ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വെക്കുന്നു. തീർന്നില്ല, മുന്നോട്ട് നീങ്ങാം. ജഡിക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാകുന്നു. അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് സാധിക്കുമില്ല. ജഡിക പ്രവർത്തനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നിങ്ങൾ ജഡികരാണോ ആത്മീയരാണെന്നുള്ള ഈ വചനം ഒന്ന് പരിശോധിച്ചാൽ മതി. ഈ വചനം ഒന്ന് പരിശോധിച്ച് നമ്മുടെ താല്പര്യം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഇഷ്ടങ്ങള് എവിടെയാ നിൽക്കുന്നത് അത് നോക്കിയാൽ അറിയാം നമ്മൾ ആരാണെന്ന്. എബ്രഹാം തന്റെ മകനെ ബലി കൊടുക്കാൻ പറഞ്ഞില്ലേ ദൈവം? എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നൊരു വചനമാ. അപ്പൻ മോനെ കൊല്ലാൻ പറയുന്നത് ദൈവമോ? അപ്പൻ മോനെ കൊല്ലാൻ പറയുന്നത് ദൈവമോ? അതും നോക്കിയിരുന്ന് കിട്ടിയ കുഞ്ഞ, അതിനെ കൊല്ലാൻ പറയുന്നത് ദൈവം. ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടൊരു കാര്യമാണ്. പക്ഷെ കുറച്ചു വർഷം മുമ്പ് എന്റെ ചിന്ത മാറി. കാരണം എന്തറിയോ? അവിടെ ആദ്യം എബ്രഹാമിന്റെ അടുത്ത് ദൈവം വന്നിച്ച് പറയുന്ന വചനം എന്നാ അറിയാം അവർക്കെങ്കിലും? എന്റെ മോനെ കൊടുക്കാനല്ല പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ മോനെ എനിക്ക് ബലി തരിക. ആരെയാ ബലി തരണ്ടേ? നീ സ്നേഹിക്കുന്ന. എബ്രഹാമിന് നേരത്തെ ആരോടായിരുന്നു സ്നേഹം? ഹൃദയത്തിൽ 1-ാം സ്ഥാനം ആർക്കായിരുന്നു എബ്രഹാം കൊടുത്തിരുന്നത്? ദൈവത്തിലായിരുന്നു. ദൈവം അവിടെ വരുന്നു, അല്ലാഹമാർ വരുന്നു, നല്ല ബന്ധത്തിൽ പോകുന്ന കുടുംബം. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരമായി കുഞ്ഞിന് അവര് ജന്മം കൊടുത്തു. ആ കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ എബ്രഹാമിന് അല്പം ശ്രദ്ധ എങ്ങോട്ടായി? കുഞ്ഞിലേക്ക്. അപ്പോഴാണ് പറയുന്നത്, നീ സ്നേഹിക്കുന്ന നിന്റെ മോനെ എനിക്ക് തരിക. യഥാർത്ഥത്തിൽ എന്നാ കുഞ്ഞിനെ കൊല്ലാനാണോ? അല്ല, പിന്നെയോ നിന്റെ ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന 1-ാം സ്ഥാനം പറിച്ചു മാറ്റി അവിടെ ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. അത് എബ്രഹാം ചെയ്തപ്പോഴാ കുഞ്ഞാടിനെ അവിടെ ഒരു കുഞ്ഞാടിനെ ഒളിപ്പിച്ചു വെച്ചില്ലേ? എപ്പോഴാ? ഹൃദയത്തിൽ നിന്ന് കുഞ്ഞിനെ സ്ഥാനം എടുത്ത് മാറ്റി ദൈവത്തിന് 1-ാം സ്ഥാനം അവൻ കൊടുത്തു. ദൈവത്തിന്റെ കൽപ്പന, എന്റെ കുഞ്ഞല്ല ആരാണേലും ഞാൻ അനുസരിക്കുമെന്ന് തീരുമാനമെടുത്തു. ഇടയ്ക്ക് വെച്ച് മോൻ അപ്പനോട് ചോദ്യം ചോദിക്കുന്നില്ലേ? അപ്പ വിറകുണ്ട്, തീയുണ്ട്, കത്തിയുണ്ട്, എല്ലാം ഉണ്ട്, ബലിമൃഗം എവിടെ? എന്റെ അപ്പം കൊടുത്ത ഉത്തരം, ദൈവം തരും മോനെ, ദൈവം തരും മോനെ. പ്രിയമുള്ളവരെ, ഞാൻ പറയും, വിശ്വാസിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ പ്രശ്നം ഉണ്ടാകുമ്പോഴും നമ്മുടെ ഉത്തരം ഇതായിരിക്കണം, ദൈവം തരും. നമ്മള് ചങ്ങനാശ്ശേരി പാറപ്പള്ളിയില് പെരുന്നാളോട് ചേർന്ന് 14 ദിവസത്തേക്ക് പ്രോഗ്രാം എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഹോളിൽ മുഴുവൻ നിറച്ച് വലിയൊരു എക്സിബിഷൻ. അവിടെ വിശുദ്ധ ജീവനെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. വിശുദ്ധ ജീവൻ ആരാ? 4ാമത് ഗർഭമായിരുന്നപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. അപ്പൊ അബോർട്ട് ചെയ്താലേ കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റുള്ളൂ, അല്ല അമ്മയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു, എന്നെ രക്ഷിച്ചിട്ട് ഈ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. ആ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചോ 7-ാം ദിവസം അമ്മ മരിച്ചു. ആ അമ്മയാണ് ഇന്ന് സഭ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വിശുദ്ധ ജീവനാമേറ്റ മോള. ഈ ജീവനായ വിശുദ്ധിയായിട്ട് ഉയർത്തുമ്പോൾ ഭർത്താവും മക്കളും ഒക്കെ ആ വേദിയിൽ ഉണ്ട്. അനുഗ്രഹത്തിന്റെ ഒരു കുടുംബം. ഇതവിടെ വിശദീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ വന്ന ഒരു സിസ്റ്റർ പറഞ്ഞു, ഇതുപോലത്തെ ഒരാൾ ചങ്ങനാശ്ശേരിയിലുണ്ടെന്ന് പറഞ്ഞു. എങ്കിൽ സിസ്റ്റർ ആരാ അറിയിക്കാവോ? നാളെ ഞാൻ ഡീറ്റെയിൽ കൊണ്ടുവരാമെന്നു. പിറ്റേ ദിവസം സിസ്റ്റർ പേപ്പറെ മുഴുവൻ എഴുതി കൊണ്ടുവന്നിരിക്കുന്നു. മണിമല ചെറുവള്ളി ഇടവയിൽപ്പെട്ട എളംകുളം കുടുംബത്തിലെ 13 മക്കളിൽ 8ാമത്തെ മോളായ ഒരു കുഞ്ഞുണ്ടായി, അച്ചാമ്മ. 19ാമത്തെ വയസ്സിൽ അമ്മയെ ചങ്ങനാശ്ശേരി മുട്ടാട് കൊമരച്ചിറ പള്ളിയിൽ ഇടവകാംഗമായ പുലിക്കോട്ടെ ജയിക്ക് വിവാഹം കഴിച്ചു. 19ാമത്തെ വയസ്സിൽ. 39ാമത്തെ വയസ്സിൽ ഈ ജയിക്കും അച്ചാമ്മ മരിക്കുന്നു. ഇതിനിടയിൽ അച്ചാമ്മയ്ക്ക് 12 മക്കള്. 12ാമത്തെ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അച്ചാമ്മയ്ക്ക് മുഴകൾ ശരീരത്തിൽ രൂപപ്പെട്ടു. പരിശോധിച്ചപ്പോ ക്യാൻസറാണ്. ഡോക്ടർമാർ പറഞ്ഞു, അബോർട്ട് ചെയ്യാതെ ചികിത്സ ശരിയാവത്തില്ല. ജീവന പറഞ്ഞ അതേ വാക്ക് ഈ പാവപ്പെട്ട അച്ചാമ്മ പറഞ്ഞു, എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അപ്പൊ എല്ലാരും പറഞ്ഞു, 11 ഇല്ലേ?
15 കുഞ്ഞുങ്ങളുണ്ടല്ലോ. ഇത് 12ാമത്തെ അല്ലേ? എത്രാമത്തിനുള്ളതല്ല. എന്റെ കുഞ്ഞിന്റെ ജീവൻ നശിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട.